ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നാളെ ജാമ്യം ലഭിക്കുമെന്ന വാർത്തകൾ പുറത്തുവരുന്നു. പോലീസിന്റെ കഴിവുകേട് കൊണ്ട് കുറ്റപത്രം വൈകി കിട്ടുന്ന ജാമ്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കുറ്റപത്രം നൽകാൻ കഴിയാതെ പരാജയപ്പെട്ടത് പിണറായി വിജയന്റെ പോലീസ് എന്നതുകൊണ്ട് മുഖ്യമന്ത്രിയോട് ജനങ്ങൾ രാജിവെക്കാൻ പറയുന്ന ദിവസം കൂടിയായിരിക്കും ഒരു പക്ഷേ നാളെ. ഇത് വെറും ഒരു മോഷണമല്ല, കേരളത്തിലെ ജനകോടികളുടെ വൈകാരിക വിഷയം കൂടിയാണ്. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു കടത്തിയ കേസിൽ CPM-കാരിൽ പല വമ്പൻ സ്രാവുകളും അങ്ങനെ രക്ഷപ്പെടാൻ പോകുകയാണ്. എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിലെ ഭരണകൂടത്തിന്റെ തണലിൽ എന്ത് വേണമെങ്കിലും മോഷണം നടത്തുകയും അതിനെ രക്ഷിക്കാൻ കേന്ദ്രത്തിലെ BJP എല്ലാ സന്നാഹങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു കാലം അത് CPM-ന്റെ ഏറ്റവും നല്ല തസ്കര കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തേഞ്ഞു മാഞ്ഞു പോകാവുന്ന ഒരു കേസായിരുന്നു ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള. പക്ഷേ ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് കള്ളന്മാരായ പല ആളുകളും CPM നേതാക്കളും പലരെയും പിടിച്ച് അകത്തിട്ടത്. ഹൈക്കോടതി പൂർണ്ണ തണലിലുണ്ട് എന്ന് കരുതി പുറത്തുനിന്ന് നോക്കിയപ്പോൾ കള്ളന്മാരെ പിടിക്കാമെന്ന് കരുതി ഇറങ്ങിയ SIT അഥവാ പ്രത്യേക അന്വേഷണ സംഘം എല്ലാവരെയും പിടിച്ചകത്തിടുമെന്ന് തോന്നിച്ച ആരംഭശൂരത ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നിന്നും മാറി ഇപ്പോൾ പിണറായി ഭരണത്തിന്റെ നിയന്ത്രണത്തിലായത് പ്രമുഖരുടെ അറസ്റ്റ് വേണമെന്നുറപ്പായത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ വരുമ്പോഴാണ് കടകംപള്ളിയും വാസവനും ഒക്കെ ഇന്ന് പുറത്ത് വിലസി നടക്കുന്നത്. എങ്കിലും ഈ SIT-യെ വെച്ച് തന്നെ മുന്നോട്ട് പോകുമ്പോൾ അയ്യപ്പന്റെ മുതൽ മോഷ്ടിച്ച ഒരു കള്ളനെയും വെറുതെ വിടില്ല എന്ന് ഇന്ന് പറഞ്ഞ ഹൈക്കോടതിയിൽ ഇനിയും എങ്ങനെ വിശ്വസിക്കുമെന്നാണ് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയത്. കള്ളന്മാരെ പിടിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു പോയാൽ ഈ കേസിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് SIT-ക്ക് മാത്രമല്ല ഹൈക്കോടതിക്കും അങ്ങനെ ഒരു ധാരണ വേണ്ട എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്നും മനസ്സിലാകുന്നത്. പറഞ്ഞു വരുന്നത് ശബരിമലയിലെ അയ്യപ്പനെ പൂർണ്ണമായും മോഷ്ടിച്ചവരുടെ തലവൻ ഉണ്ണികൃഷ്ണൻ പോറ്റി നാളെ ഒരു പക്ഷെ പുറത്തിറങ്ങാൻ പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ അന്വേഷണം ഏറ്റെടുത്ത SIT പിണറായി വിജയന്റെ ഏറാൻമൂളിയാകുകയും കുറ്റപത്രം മനഃപൂർവ്വം വൈകിക്കുകയും ചെയ്തതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രണ്ടാം കേസിലും ജാമ്യം ലഭിക്കാൻ പോകുന്നത്. കട്ടിളപ്പാളി കേസിലെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് വാദം പൂർത്തിയായി. നിയമം അറിയുന്നവർ പറയുന്നത് പ്രകാരം വിധി നാളെ പറയുമ്പോൾ അതിൽ ജാമ്യം ലഭിക്കും എന്നുള്ളതാണ്. ദ്വാരപാലകപാളി കേസിൽ നേരത്തെ ജാമ്യം നേടിയ പോറ്റി ഈ കട്ടിളപ്പാളി കേസിലും 90 ദിവസത്തെ ജയിൽവാസത്തിന് പിന്നാലെയാണ് സ്വാഭാവിക ജാമ്യത്തിന് കോടതിയെ സമീപിച്ചത്. ഇതോടെ മുരാരി ബാബു, ശ്രീകുമാർ, സുധീഷ് എന്നിവർക്ക് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തേക്ക് വരികയാണ്. തെളിവുകൾ ശേഖരിക്കുന്നതിലെ കാലതാമസം കാരണം കുറ്റപത്രം വൈകുന്നത് SIT-യുടെ തികഞ്ഞ വീഴ്ചയാണെന്ന് നിയമവിദഗ്ധരെല്ലാം സമ്മതിച്ചു കഴിഞ്ഞു. അങ്ങനെ തങ്ങൾക്ക് അറിയാവുന്ന സഹായം മോഷ്ടാക്കൾക്ക് നൽകാൻ SIT അറിയാവുന്ന പണിയെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പോറ്റിക്ക് ജാമ്യം ലഭിക്കുന്നതോടെ ബാക്കിയുള്ള കള്ളന്മാരെല്ലാം വലിയ ആവേശത്തിലാകും. പുറത്തിറങ്ങിയാൽ ഇവർ എല്ലാ തെളിവുകളും നശിപ്പിക്കാനായിരിക്കും പിന്നീട് എല്ലാ സ്വാധീനവും ഉപയോഗിക്കുക. മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു അടക്കമുള്ള മറ്റു പ്രതികളും അതുപോലെ തന്നെ പത്മകുമാറും വാസുവും അടക്കമുള്ള CPM പ്രതികളും സ്വാഭാവിക ജാമ്യത്തിനായി ഇങ്ങനെ കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്ന എല്ലാവരെയും സുരക്ഷിതമാക്കാൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ഉറപ്പായൊരു സാഹചര്യത്തിൽ അവരെ പൂട്ടാൻ ED തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നതാണ് കേരളത്തിലെ വിശ്വാസികളുടെ ഏക ആശ്വാസം. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ രഹസ്യങ്ങളെല്ലാം തന്നെ SIT സംഘം പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെ പുറത്തുവിട്ടിട്ടില്ല എന്നും അത് സംസ്ഥാന സർക്കാരിലെ ഇടപെടൽ മൂലം SIT പൂഴ്ത്തിവെച്ചു എന്നുമാണ് പറയുന്നത്. ED ചോദ്യം ചെയ്യുന്നതോടെ ഇവരെയെല്ലാം അത് പുറത്തറിയുമെന്നും CPM-ലെ പ്രമുഖർ അതായത് കടകംപള്ളിയും വാസവനും അടക്കം കുടുങ്ങുമെന്നും വിശ്വസിക്കുന്നവർ ഉണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിലേക്കും ED-യുടെ ചോദ്യം ചെയ്യൽ എത്തുമെന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. പക്ഷേ ഇതുവരെ നടന്നതുപോലെ ED-യും അത് പൂഴ്ത്തിവെക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ജാമ്യം ലഭിച്ചാൽ ഉടൻ ചോദ്യം ചെയ്യലിനായി സമൻസ് നൽകും. കേസിലെ മറ്റൊരു പ്രതി മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം ED ചോദ്യം ചെയ്ത് നോട്ടീസ് നൽകി വിട്ടയച്ചിരുന്നു. 2019 മുതലുള്ള മുരാരി ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധന നടത്തി വരുന്നു. എന്നാൽ തനിക്ക് പോറ്റിയുമായി യാതൊരു സാമ്പത്തിക ഇടപാടുമില്ല എന്ന് മുരാരി ബാബു മൊഴി നൽകിയിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാക്കാൻ രേഖകൾ പരിശോധിച്ച ശേഷം മുരാരി ബാബുവിനെ വീണ്ടും വിളിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചാൽ ED എന്തു ചെയ്യുമെന്നുള്ളത് കാത്തിരിക്കുകയാണ് കേരളം.
ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ശബരിമലയിലെ എല്ലാ മോഷണത്തിൻ്റെയും നായകൻ ജയിലിൽ നിന്നും ഇറങ്ങിയാൽ പ്രതിഷേധം മുഴുവൻ പോകുന്നത് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിലേക്കായിരിക്കും. ആ പ്രതിഷേധം താങ്ങാനാവുന്നതിലും അപ്പുറത്തേക്ക് കടക്കുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചാൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ നേരിടേണ്ടി വരുന്നത് CPM തന്നെയാണ്. വലിയ വലിയ സമരങ്ങൾക്കൊരുപക്ഷെ കേരളം സാക്ഷ്യം വഹിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്.